ടി പി ചന്ദ്രശേഖരൻ മരിച്ച് 14 വർഷം തികയുന്ന അതേ ദിവസം പിണറായി വിജയൻ 6 തവണ വോട്ടെണ്ണുമ്പോൾ പിന്നിലേക്ക് പോയി എന്ന് പറയുന്നത് കേരളത്തിന് നന്ദി പറയുകയാണ് കെ രമ. അതായത് അപ്പനും ഞാനും സുഭദ്രയും എന്ന് പറയുന്നത് പോലെ ഞാനും മരുമോനും ഗോവിന്ദനും എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ട്രസ്റ്റാക്കി ഈ സംവിധാനത്തെ മാറ്റിയതിനകത്ത് കുറച്ച് ബോധമുള്ള CPM-കാർക്കുണ്ടായ എതിർപ്പാണ് കണ്ണൂർ പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് പല പാർട്ടി പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും CPM-നുണ്ടായിരിക്കുന്ന ഈ അടി. അടുത്ത 5 വർഷം കൊണ്ട് ഇവർ തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ് ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ത്യയിലുണ്ടാകും. രഞ്ജിത്തേട്ട, ഈ തിരഞ്ഞെടുപ്പ് ഫലം LDF തകർന്നടിയുന്ന ഒരു ചിത്രമാണ് കേരളത്തിന് നൽകുന്നത്. എനിക്കൊന്നു കേരളത്തിലെ ജനത കടക്കുപുറത്ത് എന്ന് പറഞ്ഞ LDF-നെ മാറ്റി നിർത്തി എന്ന് നമുക്ക് പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് കെ രമയുടേതാണ്. ടി പി ചന്ദ്രശേഖരൻ മരിച്ച് 14 വർഷം തികയുന്ന അതേ ദിവസം പിണറായി വിജയൻ 6 തവണ വോട്ടെണ്ണുമ്പോൾ പിന്നിലേക്ക് പോയി എന്ന് പറയുന്നത് കേരളത്തിന് നന്ദി പറയുകയാണ് കെ രമ. ഇതായിരിക്കുമോ ഈ കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്നത്? ശരിക്കും മെയ് 4-ാം തീയതിയുള്ള തിരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ ചാനലുകളുടെ ആ വലിയ സ്ക്രീനിൽ പിണറായി വിജയൻ പിന്നിൽ, അതും 6 റൗണ്ട് എണ്ണി തീരുന്നത് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന CPM-ൻ്റെ ഏകഛത്രാധിപതിയായി നിൽക്കുന്ന പിണറായി വിജയൻ പിന്നിൽ എന്നൊരു വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കുമ്പോൾ അത് ടി പി ചന്ദ്രശേഖരൻ്റെ മരണ ദിവസം തന്നെ ആകുന്നത് കൊണ്ട് അതിലൊരു കാലത്തിൻ്റെ കാവ്യനീതിയുണ്ട്. കെ രമ പറയുന്നത് ആ രീതിയിൽ വളരെ കറക്റ്റാണ്. പക്ഷേ രാഷ്ട്രീയ കേരളത്തോട് അവിടെ നന്ദി പറയുന്നത് അല്ലേ? രാഷ്ട്രീയ കേരളത്തോട് കെ രമ നന്ദി പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തുടരുന്ന ആളുകൾ, അതിൽ തുടരുന്നിടത്തോളം കാലം ആ പാർട്ടി കാണിക്കുന്ന എല്ലാവിധ കൊള്ളരുതാഴികകളോടും യോജിച്ച് അതിൽ ചേർന്ന് നിൽക്കുന്നവരാണ്. ഈ കെ രമയും ടി പി ചന്ദ്രശേഖരനും ഒക്കെ തന്നെ അത്തരത്തിലായിരുന്നു. ടി പി ചന്ദ്രശേഖരൻ പാർട്ടിക്കുള്ളിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ, CPM-നുള്ളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഈ വടകര MLA-യോ ഒക്കെ ആകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ആനപ്പുറത്ത് ഇരിക്കുമ്പോൾ പട്ടിയെ പേടിക്കണ്ട എന്ന് പറയുന്നത് പോലെയാണ്. ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ പുലിപ്പുറത്തിരിക്കുന്ന പോലെയാണ് CPM. കുറച്ചുകൂടെ നല്ല ഉദാഹരണം പുലിപ്പുറത്ത് കയറിയിരിക്കുന്നത് പോലെയാണെന്ന്. പുലിപ്പുറത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പുലി തിന്നു. ടി പി ചന്ദ്രശേഖരനെ ആ പുലി തിന്നതാണ്. അതായത് ഒരു മഹത്വാരോപണത്തിൻ്റെ ഒരു ഘടകം എനിക്ക് നിലവിൽ ടി പി ചന്ദ്രശേഖരനോടില്ല. മുൻപ് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ഇവരെല്ലാം സ്വയംകൃതാനർത്ഥത്തിൻ്റെ ഇരകളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തെ ഒരു രീതിയിലും ന്യായീകരിക്കുന്നില്ല, ഇരകളാണ് എന്ന് പിൽക്കാലത്ത് മനസ്സിലായി. അതിനുശേഷം മാർക്സിസ്റ്റ് പാർട്ടി കെ രമയോടും അവരുടെ പാർട്ടിയോടുമൊക്കെ ചെയ്ത ക്രൂരതകൾ. ഇപ്പം അടുത്തിടയിൽ ഈ RMPയുടെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ മനുഷ്യവിസർജ്യം കിണറ്റിൽ കടത്തുകയുണ്ടായി. അതിൻ്റെ പിന്നിൽ CPM-മാരാണ്. CPM-ൽ നിന്ന് പുറത്തു വന്ന ഈ ഗോവിന്ദൻ, പിന്നെ കുഞ്ഞികൃഷ്ണൻ, ഇവരോടൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കുന്ന നടപടികൾ നമുക്കറിയാവുന്നതാണ്. സുരേഷിനെതിരെ, ഈ മലമ്പുഴ മത്സരിക്കുന്ന സുരേഷിനെതിരെ CPM-മാർ നടത്തുന്നത്, സുധാകരനെതിരെ നടത്തുന്ന ആരോപണം, ഈ പറയുന്ന 4 പേരോടും എനിക്ക് രാഷ്ട്രീയമായി നമുക്കാർക്കും രാഷ്ട്രീയമായി യാതൊരു ആഭിമുഖ്യവും ഇല്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അകത്തുനിന്ന് പുറത്തു വരുമ്പോൾ ഇവരെ എല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടി ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയോട് നമുക്ക് വിയോജിപ്പുള്ളത് കൊണ്ടാണ് ഇവരുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടി വരുന്നത്. എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നത്. കാരണം ഇപ്പോൾ അമ്പലപ്പുഴയിൽ സുധാകരനാണെങ്കിലും കണ്ണൂരിൽ കുഞ്ഞികൃഷ്ണനാണെങ്കിലും എല്ലാവരും മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വോട്ട് നില പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇടയുന്നവരെ പുറത്തേക്ക് തള്ളുന്ന അല്ലെങ്കിൽ അവർക്ക് മേൽ കുറ്റങ്ങൾ ചുമത്തുന്ന ഒരു പ്രവണത CPM-നെ സംബന്ധിച്ച് കാലങ്ങളായിട്ടുള്ളത് തന്നെയാണ്. അത് നമ്മൾ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും നമ്മളത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം മറുപടി എന്നോളമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ധർമ്മടം പോലെ ഒരു സ്ഥലം, പിണറായി എന്ന് പറയുന്നത്, പിണറായിയിലെ പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലം, പാറപ്പുറത്തല്ല പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. തികച്ചും പാർട്ടി ഗ്രാമങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ ചാത്തന്നൂരെ ഫലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ചാത്തന്നൂരെ പാർട്ടി ഗ്രാമമായിട്ടുള്ള സ്ഥലത്ത് BJP സ്ഥാനത്ത് BB ഗോപകുമാർ ചേട്ടനാണ് മുന്നിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഫലം എന്തായാലും പല പാർട്ടി ഗ്രാമങ്ങളിലേക്കും BJP സ്ഥാനാർത്ഥികൾ
കടന്നു ചെന്നിട്ടുണ്ട്. കണ്ണൂര് ഉള്ള വിഷയം പരിശോധിക്കുമ്പോൾ പാർട്ടിക്കാർ, ഉറച്ച കേഡറുകൾ, CPMകാർ അവർ പിണറായി വിജയനെതിരായിട്ട് വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ പിണറായി വിജയൻ ഈ ഭരണത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ പാർട്ടിക്കുള്ളിൽ നടക്കാൻ പോകുന്നത് ഒരു വലിയ ആഭ്യന്തര കലാപമായിരിക്കും. ഇദ്ദേഹത്തിനെതിരായിട്ട് നിരവധി ആളുകൾ രംഗത്ത് വരും, അല്ലെങ്കിൽ ഒരു കോക്കസ് രംഗത്ത് വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്തുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളെയും അവർ കീറിമുറിച്ച് പിണറായിക്കെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുക തന്നെ ചെയ്യും. തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഓരോ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ മാത്രം താല്പര്യപ്രകാരമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ സ്വരാജിനെ പോലെയുള്ള ആളുകളെ മാറ്റി നിർത്തിയതുപോലെയുള്ള സാഹചര്യങ്ങൾ. തനിക്ക് മേലെ ആരും വളരുന്നത്, തനിക്ക് മരുമോന് മേലെ ആരും വളരരുത്. തൻ്റെ കാലം ഏതാണ്ട് എവിടം വരെ ആയി എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണ ഉണ്ടാവും. അത്യാവശ്യം നല്ല കോമൺ സെൻസ് ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇനി അടുത്തതായി തൻ്റെ മരുമകൻ, അദ്ദേഹത്തിന് പദവി ഉയർത്താൻ ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. കെ രാധാകൃഷ്ണനെ ചേലക്കരയിൽ നിന്ന് രാജിവെപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയാണ്? കെ ശൈലജയെ പേരാവൂർ കൊണ്ടുവന്ന് മത്സരിച്ചു. മട്ടന്നൂര് അതിന് പകരം മത്സരിച്ച ആള് വളരെ പുറകിലാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം 1ാം സ്ഥാനത്തേക്ക് കയറുമ്പോൾ തികച്ചും വിരലിലെണ്ണ 3 അക്കം ഒക്കെ ആണ്. ചിലപ്പോൾ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ജയിച്ചേക്കാം. പക്ഷേ ഇത് കാണിക്കുന്നത് പിണറായി വിജയൻ്റെ അപ്രമാദിത്വത്തിന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉടവ് സംഭവിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. MA ബേബിയെ പോലെയുള്ള ഒരാൾ ദേശീയ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. പിണറായി വിജയന് എതിരായിട്ട് ഒരക്ഷരം അദ്ദേഹം സംസാരിക്കുന്നുണ്ടോ? ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചു. ഈ PK ശ്യാമള അവർക്കെതിരായിട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങൾ അറിയാവുന്ന ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഈ സാധാരണ കോമൺ സെൻസ് ഉള്ള മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇതിനെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഒരാൾ പോലും ചോദ്യം ചെയ്യാതിരിക്കുകയും ചോദ്യം ചെയ്തവർ പുറത്തു പോവുകയും ആ പുറത്തു പോകുന്നവരെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. തീർച്ചയായും ഉയരങ്ങളിലേക്ക് പോയ ഒരു മനുഷ്യൻ അത്രയും ഉയരത്തിൽ നിന്ന് താഴെ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നും. കേരളത്തിൽ മാത്രമല്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ കൂടി LDF ഇല്ലാണ്ടേ ആയി കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ഭൂപടത്തിൽ എവിടെയും ഒരു ചുവന്ന കളർ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അല്ല, ഒരു ദേശീയ പാർട്ടി എന്ന് പോയി ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ലാത്ത ഒരു പാർട്ടിയായി ഇടതുപക്ഷം മാറുകയാണ്. CPMന്റെ ദേശീയ പാർട്ടി പദവി ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ എററാണ്. അതായത് CPMനെ എങ്ങനെയാണ് നമ്മളൊരു ദേശീയ പാർട്ടിയായിട്ട് കണക്കാക്കുക? എവിടെയൊക്കെ സാന്നിധ്യമുണ്ട്? എന്താണ് അവരുടെ ഭാരതത്തിൽ സാന്നിധ്യമില്ല? ഇല്ല. ഭാരതത്തിൽ ഇപ്പം തമിഴ്നാട്ടിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 5 സീറ്റിൽ അവർ ജയിച്ചാൽ, CPMും CPIയും കൂടി ജയിച്ചാൽ DMKയുടെ വോട്ട് നേടിയിട്ടാണ് ജയിക്കുന്നത്. അല്ലാതെ അവർക്ക് യാതൊരു ഇതുമില്ല. 135 സീറ്റിന് മുകളിൽ ഉണ്ടായിരുന്ന 175-80 സീറ്റുകൾ വരെ വന്നിരുന്ന പശ്ചിമ ബംഗാളിൽ ദേശീയ സെക്രട്ടറി പറയുന്നു അക്കൗണ്ട് തുറക്കുമെന്ന്. എത്ര പരിഹാസ്യമായ സ്റ്റേറ്റ്മെന്റ്. SDP-യുടെ വോട്ടുകൾ ചോദിച്ചിട്ടാണ് 2 സ്ഥലത്തും SDP ആയിട്ട് അവർക്ക് യോജിപ്പുണ്ട്. തമിഴ്നാട്ടിലുമുണ്ട്, പശ്ചിമ ബംഗാളിലുമുണ്ട്. അതിലൊരു കാവ്യനീതി എന്താണെന്നറിയാമോ? ഇന്നേ വരെയുള്ള ഓരോ സാഹചര്യത്തിലും CPM SDP-യെയും ന്യൂനപക്ഷ വോട്ടുകളെയും താലോലിച്ചും അവർക്കനുകൂലമായി നിലകൊണ്ടുമാണ് ജയിച്ചത്. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അങ്ങനെയാണ്. ധർമ്മടത്ത് പിണറായി വിജയൻ പിറകിൽ പോകുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ, CPMനെതിരായി പിണറായി വിജയനെതിരായി ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ ഉണ്ടാകുന്നത് കൂടെ കൊണ്ടാണ്. ഇതും കാലത്തിൻ്റെ കാവ്യനീതിയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ തകർച്ചയിൽ നിന്നൊക്കെ ഇനി LDF പഠിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാരണം വല്ലാത്തൊരു ഓവർ കോൺഫിഡൻസിന്റെ പ്രശ്നം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ 2ാം പിണറായി സർക്കാർ വന്ന കാലഘട്ടം മുതൽ നമ്മൾ കാണുന്നതാണ്. ആ ഒരു ഓവർ കോൺഫിഡൻസ് വിനയായതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് നമുക്കൊരു രീതിയിൽ പറയാൻ സാധിക്കുന്നതാണ്. ഈ ഓവർ കോൺഫിഡൻസ് എന്നുള്ള വാക്ക് തെറ്റാണ്, അഹങ്കാരമാണ്. ഈ ഓവർ കോൺഫിഡൻസ് ആയിരുന്നില്ല. കാരണം സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ നടത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്ന് പറയുമോ? ഒരു രാഷ്ട്രീയ പ്രതിയോഗി അല്ലെങ്കിൽ രാഷ്ട്രീയ സമരം നടത്തുന്ന കുറേ യുവാക്കളെ CPMകാരായിട്ടുള്ള ആളുകൾ ചെടിച്ചട്ടി എടുത്ത് തല്ലുന്നു. വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. പോലീസ് തല്ലിയാൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ പോലീസ് മഫ്തിയിൽ വന്ന് തല്ലിയാൽ നമുക്ക് മനസ്സിലാക്കാം.
DYFIക്കാരൻ CPMകാരൻ എങ്ങനെയാണ് ചെടിച്ചട്ടി എടുത്ത് ഒരു എതിർ പാർട്ടിക്കാരനെ തല്ലിയത് പോട്ടെ, അതിന് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഐക്യരിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ച് പണ്ട് ഈ ഗംഗേശാനന്ദ സ്വാമിയുടെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അദ്ദേഹം പറഞ്ഞത് നീതി ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയല്ലേ എന്നാണ്. അങ്ങനെയാണോ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി പറയേണ്ടത്? അതുപോലെ ദിലീപിൻ്റെ കേസ് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് ഞാൻ എടുത്തു പറയുന്നില്ല, അതിനകത്തൊരു നിയമപ്രശ്നം ഉണ്ടാകാൻ സാധ്യതകളുണ്ട്, എടുത്തു പറയുന്നില്ല. ഇത് കാണുന്ന ആളുകൾക്ക് അത് ഓർമ്മയുണ്ടെങ്കിൽ അവരൊന്ന് ഓർത്തെടുത്താൽ മതി. അതിൻ്റെ ബാക്കി പത്രമാണ് ഇവിടെ നടത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞത്. അതായത് അപ്പനും ഞാനും സുഭദ്രയും എന്ന് പറയുന്നത് പോലെ ഞാനും മരുമോനും ഗോവിന്ദനും എന്ന് പറയുന്നൊരു പ്രൈവറ്റ് ട്രസ്റ്റാക്കി ഈ സംവിധാനത്തെ മാറ്റിയതിനകത്ത് കുറച്ച് ബോധമുള്ള CPMകാർക്കുണ്ടായ എതിർപ്പാണ് കണ്ണൂർ പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് പല പാർട്ടി പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും CPMനുണ്ടായിരിക്കുന്ന ഈ അടി. അടുത്ത 5 വർഷം കൊണ്ട് ഇവർ തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ് ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ത്യയിലുണ്ടാകും.